ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുക ശ്രീ വേണുഗോപാലനാണ്. അത് വേണുഗോപാലൻ എൻ്റെ നാട്ടുകാരനായി എന്നതുകൊണ്ട് മാത്രമല്ല, വേണുഗോപാലൻ്റെ അർഹത, വേണുഗോപാലൻ്റെ ഗുണങ്ങൾ. സത്യത്തിൽ വേണുഗോപാലനുമായി പരിചയം ഉണ്ടാകുന്നതിന് മുൻപേ അദ്ദേഹത്തിൻ്റെ അമ്മ ജാനകിയേടത്തിയെ നല്ലതുപോലെ അറിയാവുന്ന ഒരുത്തനാണ്. ആ നാട് മുഴുവൻ ജാനകിയേടത്തിയെ അത്യന്തം സ്നേഹത്തോടെ, അവർ മരിച്ചു, ഇന്നില്ല അവര്, എങ്കിലും ആ നാട്ടുകാർ ഇപ്പോഴും ജാതി മത കക്ഷി ഭേദമില്ലാതെ ജാനകിയേടത്തിയെ ഓർക്കുന്നുണ്ട്. ജാനകിയേടത്തിയുടെ വീട്ടിൽ വിശന്ന് വലഞ്ഞ് ഏതൊരുത്തനും കയറി ചെന്നാൽ മൃഷ്ടാന്ന ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് അവരെ മടക്കി അയക്കുകയുള്ളൂ. ഈ ഒരു പാരമ്പര്യം വേണുഗോപാലനും തുടരുന്നുണ്ട്. വേണുഗോപാലനും പാവപ്പെട്ടവരോട് പരമാവധി കരുണയുള്ള വ്യക്തിയാണ്. അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു സ്വഭാവ വിശേഷമാണ് ഇത്. ഒരു പൊതുപ്രവർത്തകന് ആവശ്യം വേണ്ടുന്ന ഒരു ഗുണമാണ് പാവങ്ങളോടുള്ള കരുണ. വേണുഗോപാലൻ അത് വേണ്ടുമ്പോൾ, ഇനി കഴിവിൻ്റെ കാര്യത്തിലാണെങ്കിൽ വേണുഗോപാലൻ പാർലമെന്റിലാവട്ടെ അസംബ്ലിയിലാവട്ടെ എല്ലാ ദിക്കിലും തൻ്റെ കരുണ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇനി മറ്റൊരു കാര്യം, ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ആരാധകനാണ്. രാഹുൽ ഗാന്ധി കഴിവുകെട്ടവനാണ്, ബഫൂണാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികളും പാർട്ടികളും ഇന്ത്യയിലുണ്ട്. അവരാരാണെന്ന് ഞാൻ പറയേണ്ടുന്ന ആവശ്യമേ ഇല്ല. വെറും വ്യക്തിവൈരാഗ്യം നിമിത്തം മാത്രമാണ് അത്തരം ആരോപണങ്ങൾ വരുന്നത്. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. സത്യത്തിൽ ഇന്ത്യയുടെ നാളത്തെ ഭരണാധികാരി എൻ്റെ കണക്കുകൂട്ടലിൽ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് പിറകിൽ നിന്ന് വേണുഗോപാലൻ. രാഹുൽ ഗാന്ധി പൊട്ടനൊന്നുമല്ല. രാഹുൽ ഗാന്ധി കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തിയെ ആത്മമിത്രമായി സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയുടെ ആത്മമിത്രമായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടാണ് രാഹുൽ ഗാന്ധി വേണുഗോപാൽ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത്. ഇതും വേണുഗോപാലന്റെ ഒരു വലിയ പ്ലസ് പോയിന്റാണ്. പിന്നെ വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുന്നതിന് ഒരു തടസ്സമായി, ഒരു ദോഷമായി ചില പാർട്ടികളും വ്യക്തികളും പറയുന്ന ഒരു കാരണം, വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അദ്ദേഹം പാർലമെന്റിൽ തന്റെ സ്ഥാനം രാജിവെക്കണം. അപ്പോൾ വീണ്ടും ഇലക്ഷൻ വേണ്ടി വരും. അത് ഉളവാക്കുന്ന ഭീമമായ ചിലവ്. സത്യത്തിൽ ഒരു സ്റ്റേറ്റ് എന്തൊക്കെ ഇനത്തിൽ ചിലവ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റിന്റെ നന്മക്കായി, സ്റ്റേറ്റിന്റെ ഭാസുരമായ ഒരു ഭാവിക്കായി, നിലനിൽപ്പിനായി
ഒരു ചെറിയ തുക. ടോട്ടൽ ചിലവ് ഒരു സ്റ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ അംശം